യഥാർത്ഥത്തിൽ അതീവ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന മലയാളികൾ മുഴുവനും, മാത്രമല്ല മനുഷ്യകുലം മുഴുവനും, മനുഷ്യർ കേൾക്കുന്ന ദുരന്തങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഭാഷയുടെയോ ദേശത്തിന്റെയോ അതിർവരമ്പുകളില്ല. എല്ലാവരും അതിൽ ദുഃഖിക്കുന്നു, അതിന്റെ പേരിൽ പ്രാർത്ഥനകൾ നടത്തുന്നു. പരസ്പര സഹായത്തിനു വേണ്ടി എല്ലാവരും മുന്നിട്ടിറങ്ങുന്നു. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ വയനാട് ജില്ലയുടെ മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, അതുപോലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ തോതിലുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 299 മരണങ്ങളാണ്. 300ഓളം പേരെ ഇനിയും കാണാനില്ല. 91 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 9000-ത്തിനു മേലെ ആളുകൾ കഴിയുന്നുണ്ട്. സ്വന്തം വീട് വിട്ടിറങ്ങി, വീടുകൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ അപകട ഭീഷണിയുള്ളതിന്റെ പേരിൽ 10,000-ത്തോളം ആളുകൾ സ്കൂളുകളിലും മറ്റും ഒരുക്കിയിരിക്കുന്ന ക്യാമ്പുകളിലാണ് കഴിയുന്നത്. 86,000 സ്ക്വയർ മീറ്റർ, ഏകദേശം 20 ഏക്കറിൽ മുകളിൽ വരുന്ന ഒരു സ്ഥലമാണ് പെട്ടെന്ന് പൊട്ടി വിടർന്ന് അതൊരു പ്രഭവമായി വലിയ ഒരു ജലസ്രോതസ് ഒന്നിച്ചു വരികയും അത് നിലവിലുള്ള തോടുകളെയും പുഴകളെയും വീതി കൂട്ടുകയും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ പുഴ നിർമ്മിക്കുകയും ചെയ്ത് വീടുകൾക്കടിയിലൂടെയും സ്കൂളുകൾക്കടിയിലൂടെയുമെല്ലാം ഒഴുകി വളരെ പെട്ടെന്ന് പലരും രാത്രിയിലൊന്നും ചിന്തിക്കാതെ സന്തോഷത്തോടെ കിടന്നുറങ്ങിയവർ, വലിയ സ്വപ്നങ്ങളുമായി ഉറങ്ങിയവർ, ചിലർ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ആശങ്കയോടെയും ഭീതിയോടെയും കഴിഞ്ഞവർ, ഉറക്കം വരാതെ ആരും സഹായിക്കാനില്ല എന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞവർ, അങ്ങനെയുള്ള പലരും അക്കൂട്ടത്തിലുണ്ട്. മഹാഭൂരിഭാഗവും ഒന്നും അറിയുന്നില്ല. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ശരീരങ്ങളാണ് എടുത്തെറിയപ്പെടുന്നതും കിലോമീറ്ററുകൾക്ക് ദൂരേക്ക് ഒഴുകുന്നതും. രാത്രി 1 മണിക്ക് സംഭവമുണ്ടായി. 2 മണിയാകുമ്പോഴേക്ക് തന്നെ SYSന്റെ സാന്ത്വനം പ്രവർത്തകർ, കലാമിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് വോളണ്ടിയേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. അത് കേട്ടറിഞ്ഞ് പിന്നെയും ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ രക്ഷിക്കുകയും രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പോലും സാധിക്കാത്ത റോഡും പാലവും എല്ലാം തകർന്നു ഒറ്റപ്പെട്ടു പോയ ദിശകൾ. ഇന്നലെയാണ് താൽക്കാലിക പാലത്തിന്റെ പണി പൂർത്തിയായത്. വാർത്തകൾ നാം എല്ലാവരും അറിയുന്നുണ്ട്. ഇത് വിശദീകരിച്ച് ഞാൻ പറയേണ്ടതില്ല. അവിടെ എന്താണ് സംഭവിച്ചത്, മുഅ്മിനീങ്ങൾക്ക് ഇതിലുള്ള പാഠം എന്താണ് എന്ന കാര്യമാണ് നാം ചിന്തിക്കേണ്ടത്. മരണം മനുഷ്യനെ തേടിയെത്തും. അതെവിടെയായാലും അതിന് സമയവും സ്ഥലവും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അറിയുകയില്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മരണത്തെ പേടിച്ച് നിങ്ങൾ ഒന്നിനും ഇറങ്ങാതിരിക്കരുത്. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ, സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ജനസേവനത്തിന് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിത സന്ധാരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ മരണം വരുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഓടി രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. ഇരുമ്പിന്റെ കോട്ടകളിലാണെങ്കിലും ഗോപുരങ്ങളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും. പർവ്വതത്തിന്റെ ഉച്ചിയിലാണെങ്കിലും സമുദ്ര തീരത്താണെങ്കിലും
ഒന്നുമില്ലാത്ത വിജനമായ പരന്ന പ്രദേശത്താണെങ്കിലും മരണം നിങ്ങളെ പിടികൂടാൻ തീരുമാനിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ മരണത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടതില്ല. മരണത്തെ സ്വീകരിക്കാൻ തയ്യാറാവുകയും എപ്പോഴും ഞാൻ മരിക്കാനുള്ളവനാണ് എന്ന ഓർമ്മ മനുഷ്യന്റെ കൂടെ ഉണ്ടാവുകയും ആണ് വേണ്ടത്. അള്ളാഹുവിന്റെ പരീക്ഷണമാണിത്. വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മനുഷ്യന് വരുത്തുന്ന നാശങ്ങളെക്കുറിച്ച് ഒരുപാട് സ്ഥലത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം അല്ലാഹു പറയുന്നത് വബശ്ശിരിസ് സ്വാബിരീൻ, നാശങ്ങളും ആഫത്തുകളും മുസീബത്തുകളും ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷം ഉണ്ട്. മുഅ്മിനീങ്ങൾക്ക് ഇത് പരീക്ഷണമാണ്, അവരുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. മരണം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ദൈവം എന്തേ രക്ഷിക്കാൻ വരുന്നില്ലേ എന്ന് വിളിച്ചു കൂകുന്നവരുണ്ട്. ഇതെല്ലാം പടച്ചവനാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവനാണ് ജീവനെ പടച്ചതും അവനാണ് മരണത്തെ പടച്ചതും. അവനാണ് മറ്റുള്ള ആളുകളെ മുഴുവനും ഇപ്പോൾ രക്ഷിച്ചത്, കുറച്ചാളുകൾക്ക് മാത്രം നാശം വിതച്ചതും. അതവന്റെ പരീക്ഷണമാണ്. അള്ളാഹു ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഇവിടെ നടക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും ജന്മങ്ങളും മരണങ്ങളും വലനബലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നത് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് സത്യവിശ്വാസികൾ, ആരാണ് സൽക്കർമ്മികൾ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. മരണം അനുഭവിക്കുന്നവന്റെ വേദന അതാ നിമിഷത്തോടുകൂടി അവസാനിച്ചു. അവരുടെ മയ്യത്തുകൾ ഒഴുകിപ്പോയി, കിലോമീറ്ററുകൾ അപ്പുറം പോയി. ചിലർക്ക് കാലും തലയും നഷ്ടപ്പെട്ടു. അവയവങ്ങൾ മാത്രമായി ഒരുമിച്ച് കൂടിയത് 50ഓളം ഉണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിക്കാനില്ല, അവർക്ക് വേദന ഇപ്പോഴില്ല. മരണത്തിന് ശേഷം പിന്നീട് അവർക്ക് യാതൊരു തരത്തിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ഇല്ല. അവരനുഭവിക്കുന്നത് അവർ ചെയ്തുപോയ സുഖദുഃഖങ്ങൾ, സുഹൃതങ്ങളുടെയും കുറ്റങ്ങളുടെയും അനുഭവങ്ങൾ മാത്രമാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ മനുഷ്യൻ അനുഭവിക്കും. അതുപോലെ അവൻ ചെയ്ത പാപങ്ങളുടെ ശിക്ഷയും അവൻ അനുഭവിക്കും. അതവൻ അറിയും. അവർക്ക് സലാം പറയുമ്പോൾ അത് അവർ കേൾക്കും, മറ്റു കാര്യങ്ങൾ അവർ അറിയും. എന്നല്ലാതെ ജീവനുള്ളതുപോലെയുള്ള അടി കിട്ടുമ്പോൾ, തൊഴി കിട്ടുമ്പോൾ, വെട്ടേൽക്കുമ്പോൾ അനുഭവിക്കുന്ന ആ രൂപത്തിലുള്ള വേദനകൾ പിന്നെ മനുഷ്യൻ അറിയുന്നില്ല. അപ്പൊ മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും യഥാർത്ഥത്തിൽ ബേജാറും പ്രശ്നവും ഇല്ല. പിന്നെ അവർക്കുണ്ടാകേണ്ടത് അവരുടെ ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങൾ, അതുമൂലം ലഭിക്കുന്ന ശിക്ഷയാണ്. അതാണെങ്കിലോ ഇത്തരം ഒരു സന്ദർഭത്തിൽ അതിൽ നിന്നും അവർക്ക് രക്ഷ ലഭിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അശ്ശുഹദാഉ ഖംസ, ചോദ്യം ചെയ്യപ്പെടാതെ സ്വർഗത്തിൽ കടക്കുന്നവരാണ് ശുഹദാക്കൾ എന്ന് പറയുന്നത്. ശുഹദാക്കൾ 5 തരമാണ്. വയറിന് വേദനയായി, വയറുവേദന മൂലം മരിച്ചവൻ അവൻ ഷഹീദാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ചവർ അവർ ഷഹീദാണ്. മുങ്ങി മരിച്ചവരെന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തവരല്ല. വെള്ളപ്പൊക്കം കാരണം അതിൽ അകപ്പെട്ടുകൊണ്ട് മുങ്ങി മരണപ്പെട്ടു പോയവർ, അതുപോലെ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീണ് അതിൽ മരണപ്പെട്ടവർ അവർ ഷഹീദാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ മരിച്ചവരും ഷഹീദാണ്. അത് ദുനിയാവിലും ആഖിറത്തിലും ഷഹീദാണ്. ദുരന്തങ്ങളിൽ അകപ്പെട്ടവർ ആഖിറത്തിൽ ഷഹീദാണ്. ദുനിയാവിൽ അവരെ കുളിപ്പിക്കും, നിസ്കരിക്കും, എല്ലാം ചെയ്തുകൊണ്ട് അവരെ മറവ് ചെയ്യും. ഷഹീദിന്റെ കൂലി അവർക്ക് കിട്ടും എന്ന. അപ്പൊ അങ്ങനെ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾ എന്താണ് അവരുടെ അവസ്ഥ എന്ന് ഇമാം തിരുമിദി നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതീഅ. മനുഷ്യന് അവന്റെ സ്വത്തിലും സന്താനങ്ങളിലുമെല്ലാം വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവുകയും ആ പരീക്ഷണങ്ങൾ കാരണമായി അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും അങ്ങനെ അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുമ്പോൾ യാതൊരു ദോഷവും ഇല്ലാതെ അവന് കാണാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അപ്പോ ഈ ദുരന്തങ്ങളിൽ അകപ്പെട്ട് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. അള്ളാഹു അങ്ങനെ മരിച്ച മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ശുഹദാക്കളുടെ പട്ടികയിൽപ്പെടുത്തി ദർജകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. എന്നാൽ അവരുടെ ആശ്രിതർ, അവരുടെ ഉറ്റവരും ഉടയവരും മറ്റ് മനുഷ്യപ്പറ്റുള്ള ഹൃദയങ്ങൾ എല്ലാവർക്കും ഇതൊരു ദുഃഖമാണ്. അവർക്ക് പരീക്ഷണമാണിത്. അവർ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയും
അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യാനാണ് അവർ ചെയ്യേണ്ടത്. ഖദറിലുള്ള വിശ്വാസം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അവനിലേക്ക് മടങ്ങുന്നവരാണ്, അവൻ തന്നത് അവനെടുത്തു, ഞങ്ങൾക്കതിലൊന്നും ചോദ്യം ചെയ്യാനില്ല എന്ന് പറഞ്ഞ സ്വബറാണ് മനുഷ്യൻ ഉണ്ടാകേണ്ടത്. അങ്ങനെ സ്വബർ ചെയ്യുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ അത് അവർക്ക് ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. ഇവിടെ സൃഷ്ടാവുണ്ട് എന്നാണ് ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത്. മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. മനുഷ്യന്റെ നിയന്ത്രണത്തിനായിരുന്നുവെങ്കിൽ അവൻ പിടിച്ചു വെക്കേണ്ടിയിരുന്നു. മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ അഖിലവും നടക്കുന്നത് എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു. മുഅ്മിനീങ്ങൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഇത്തരം ഘട്ടത്തിൽ പോകുന്നവർ പോയില്ലേ, ഇനി പുഴയിൽ അങ്ങോട്ട് ഒലിച്ചു പോയിക്കോട്ടെ, കടലേക്ക് പോയിക്കോട്ടെ, ഇനി അവരുടെ കാര്യത്തിൽ എന്താണ് ചിന്തിച്ചിട്ട് കാര്യം എന്ന് പറയുന്ന രീതിയല്ല. ദിവസങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടും നഷ്ടപ്പെട്ടു പോയ ഒരു മയ്യത്ത് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന വോളണ്ടിയർമാർ, ഗവൺമെന്റ് സേനകൾ, പോലീസുകാർ, പട്ടാളക്കാർ ആരെല്ലാം ആണ് ഇതിനിറങ്ങിത്തിരിഞ്ഞിരിക്കുന്നത്. യാതൊരു ഉദ്യോഗത്തിന്റെയും ഭാഗമല്ലാത്ത മുഅ്മിനീങ്ങൾ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് ആഖിറത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്, പടച്ചവനിലുള്ള വിശ്വാസം കൊണ്ടാണ്. ദുരന്തങ്ങളിൽ പരസ്പരം സഹായിക്കണമെന്ന അള്ളാഹുവിന്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ്. അതാണ് അള്ളാഹു തആല പരീക്ഷിക്കുന്നതും. ഇത്തരം ആപൽഘട്ടങ്ങളിൽ നിങ്ങൾ എത്രമാത്രം സഹായിക്കും? നിങ്ങൾ കണ്ടില്ലേ, ഇത്തരം ഘട്ടങ്ങളിൽ പോലും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി, ചില്ലുകൂടുകളിലിരുന്ന് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി പ്രക്ഷേപണം ചെയ്യുന്ന ആളുകൾ മഞ്ഞക്കുപ്പായമിട്ട് സാന്ത്വനം എന്ന് എഴുതി, അതുപോലെ പല പേരുകളും വെച്ച് ദുരന്തമുഖത്ത് പോകുന്ന ആളുകളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുടെയൊക്കെ രൂപം കാണുമ്പോൾ അവരെപ്പറ്റി മനുഷ്യർ എന്ന് പറയുന്നതിൽ നിങ്ങളാരും എന്നോട് ദേഷ്യപ്പെടരുത്. മനുഷ്യന്റെ കോലത്തിലുള്ള ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നത്. ദുരന്തമുഖത്തേക്ക് ഇവർക്ക് പോകാൻ ധൈര്യമില്ല. പറയുന്നവരോ അവർ ചില്ലുകൊട്ടാരങ്ങളിലിരുന്ന് വീഡിയോ ഉണ്ടാക്കുകയല്ലാതെ ദുരന്തത്തിന്റെ പരിസരത്തെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? ഒരിറ്റു വെള്ളമെങ്കിലും ആർക്കെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉമ്മമാർ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്ന ഉമ്മമാർ രംഗത്ത് വന്നപ്പോ അതിനെ പരാമർശിച്ച് കളിയാക്കാൻ വേണ്ടി ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനുഷ്യർ എന്ന് നാം വിളിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പാതകമാണ് എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാത്രി 2 മണിക്ക് ശബ്ദം കേട്ട് വിവരമറിഞ്ഞ് ഉടനെ ഓടിയെത്തിയ വളണ്ടിയർമാർ അവർ രാത്രിയും പകലും ഇല്ലാതെ ഓടി നടക്കുകയാണ്. ചാലിയാർ പുഴയിൽ മുങ്ങിക്കൊണ്ട് മയ്യത്തുകൾ എടുക്കുകയാണ് പാതിരാത്രിയിലും. ശരിയാണ്, ചില ആളുകൾ അങ്ങാടികളിൽ മാത്രം വന്ന് യൂണിഫോം ഇട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട്. സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം പോയി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നവരുമുണ്ട്. അത്തരം ആളുകൾക്ക് യാതൊരു സ്വബോധവും ഇല്ല എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. എന്നാൽ ഈ മലകളിലും കാടുകളിലും തകർന്നു കിടക്കുന്ന വീടുകൾക്കടിയിലും മരത്തിനടിയിലും ഇനിയും മനുഷ്യരുണ്ടോ, ജീവന്റെ തുടിപ്പുകളുണ്ടോ എന്ന് നോക്കുന്നവർ, അല്ല മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ജഡമുണ്ടോ എന്ന് പരതിക്കൊണ്ടിരിക്കുന്ന വോളണ്ടിയർമാർ ഇപ്പോഴും അവർ വളരെ സജീവമാണ്. അള്ളാഹു അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകട്ടെ, വലിയ പ്രതിഫലം നൽകട്ടെ, ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ നൽകട്ടെ, വലിയ ഐശ്വര്യങ്ങൾ നൽകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. കളിയാക്കുന്നവരും കുരക്കുന്നവരും എപ്പോഴും കുരച്ചുകൊണ്ടേയിരിക്കും. അതിനൊരിക്കലും നാം നോക്കേണ്ടതില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുമില്ല. അത്തരം അനുയായികൾ ലോകത്ത് എക്കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ നാം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ആണ് ചെയ്യേണ്ടത്. അള്ളാഹു തആല പറയുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു സമൂഹത്തെ അള്ളാഹു അദാബ് ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വാലിഹ്യങ്ങളുള്ള ഒരു സമുദായത്തിൽ അവിടെ നാശമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, വഴികേടുകൾ വർദ്ധിച്ചാൽ അവിടെയും ദുരന്തങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, കൂടുതലായി ഇസ്തിഗ്ഫാറുകൾ ചെയ്യണം. മുഅ്മിനീങ്ങൾ പരസ്പരം സഹായിക്കണം. ഗുജറാത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട്,
ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും സഹായം വേണമോ? ഞങ്ങൾ ഭക്ഷണപ്പൊതിയുമായി വരട്ടെ, വസ്ത്രവുമായി വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞത് ഇപ്പോൾ ആവശ്യമില്ല. 90,000 ആള് 9,000 ആളുകൾ ക്യാമ്പുകളിൽ ഉണ്ടെങ്കിൽ സഹായിക്കാൻ 90,000 ആളുകൾ ഇവിടെയുണ്ട്. വയനാട് ജില്ലയിലെ മനുഷ്യർ തന്നെ അവരെ സഹായിക്കാൻ മാത്രം പോന്നവരാണ്. അതിനുവേണ്ടി അവർ ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട്. മറ്റു ജില്ലകൾ മുഴുവനും സജ്ജമാണ്. ആവശ്യമായ വസ്തുക്കൾ ആവശ്യത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിലപ്പുറം പലയിടങ്ങളും കുന്നുകൂടി കിടക്കുകയാണ്. അതുകൊണ്ട് ഇനി വേണ്ട, തൽക്കാലം നിർത്തിവെക്കൂ എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. മനസ്സുകളിൽ ഇനിയും ഈമാൻ നഷ്ടപ്പെട്ടിട്ടില്ല, മനുഷ്യത്വം മരവിച്ചിട്ടില്ല. എന്നതിന്റെ വലിയ അടയാളമാണ് ഇത്. ലോകത്തിന് കേരളം മാതൃകയാണ്. ആ മാതൃക ഇനിയും നിലനിൽക്കട്ടെ, മറ്റു ലോകത്തേക്കും ഇത് വളരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. മനുഷ്യ മനസ്സുകളിൽ നിന്ന് വിശ്വാസവും സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്തയും ബോധവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം വന്നാൽ അവർ പിന്നെ മനുഷ്യത്വത്തിന് യാതൊരു വിലയും കൽപ്പിക്കുകയില്ല. ഇനി ആ വീടുകൾ നഷ്ടപ്പെട്ട് പുറത്തു കിടക്കുന്നവരുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. അവരെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി, അവിടെ അവർക്ക് ആവശ്യമായ പുനഃസംഘടനകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, നാട് നിർമ്മിക്കുന്നതിന് വേണ്ടി നാം മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി പണം സമാഹരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരുപാട് സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സേവകരും എല്ലാം ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരെയും നന്മയുടെ കണ്ണോടുകൂടി കാണാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നാം എന്നും ഒപ്പമുണ്ടാകണം. അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങളായി എന്നതുകൊണ്ട് മാത്രം പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന ആമനു വലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണങ്ങളെല്ലാം വരുമ്പോഴും അവർ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവാണ് ഇതെല്ലാം തരുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും അവരുടെ വിശ്വാസം ശക്തിയാവുകയും ചെയ്യും. ദുരന്തങ്ങൾ കൊണ്ട് എന്താണ് നേട്ടം? ഇമാം റാസി പറയുന്നു, ഒന്ന് സത്യവാന്മാരെയും അസത്യത്തിന്റെ ആളുകളെയും തിരിച്ചറിയുക. വളരെ കൃത്യമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, തിരിച്ചറിയുന്നത് കദിബിന്റെ ആളുകൾ അവർ ഈ സമയത്തും എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സത്യത്തിന്റെ ആളുകൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭമാണ് ദുരന്തങ്ങളുടെ സന്ദർഭം. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാനും അവർക്ക് ഈ ദുരന്തങ്ങൾ കാരണമായി തീരുന്നു. മറ്റൊന്ന്, അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ ഭൗതികതയുടെയും സുഖാഡംബരത്തിലും മതിമറന്നുകൊണ്ട് അഭിരമിക്കുന്ന മനുഷ്യർ, അവർക്ക് അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും ഉള്ള അവസരം കൊടുക്കുന്നു ഈ ദുരന്തങ്ങൾ എന്നതാണ്. അള്ളാഹുവിനോടുള്ള ശരിയായ സ്നേഹം മനുഷ്യന് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സമയമാണിത്. സ്നേഹം എന്ന് പറയുന്നത് പരിഗണിക്കുമ്പോൾ വർദ്ധിക്കുന്നതും അവഗണിക്കുമ്പോൾ ഇല്ലാതാകുന്നതുമായ കാര്യത്തിന് സ്നേഹം എന്ന് പറയില്ല. പരിഗണനകൾ കിട്ടുമ്പോൾ വല്ലാത്തൊരു സ്നേഹം, അവഗണന വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള മറന്നുപോകുന്ന രീതി, അതല്ല സ്നേഹം. സ്നേഹം അവഗണനയുണ്ടാകുമ്പോഴും സ്നേഹമായി നിലനിൽക്കും. പരിഗണനകൾ ഏക വർദ്ധിക്കുമ്പോഴും സ്നേഹം കൂടുന്നില്ല. കാരണം അതിനു മാത്രം സ്നേഹം നേരത്തെ തന്നെയുണ്ട്. അതാണ് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനോട് എല്ലാ നിഅമത്തുകൾ ലഭിക്കുമ്പോഴും അവന്റെ സ്നേഹം നിലനിൽക്കുന്നു. എല്ലാവിധ എന്ത് ദുരന്തങ്ങൾ ഉണ്ടായാലും അവന്റെ സ്നേഹം അപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ആ സ്നേഹം അള്ളാഹുവിനോട് വർദ്ധിക്കാൻ നമുക്ക് ഇത് കാരണമായി തീരും. നാം ദുരന്ത മേഖലകളിലേക്ക് എല്ലാവരും കൂടെ കടന്നു ചെന്നാൽ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും. എല്ലാവരും അവിടെ കാണാൻ വേണ്ടി പോകേണ്ടതില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് പോകേണ്ടത്. അതും ആവശ്യത്തിനനുസരിച്ച് വിളി വരുമ്പോഴാണ് പോകേണ്ടത്. മീഡിയകൾ യഥാർത്ഥത്തിൽ അവരാണ് നമുക്ക് വാർത്തകൾ പകർത്തി തരുന്നത്.
അത് ആവശ്യം തന്നെയാ. കരളലിയിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ മീഡിയകൾ പകർത്തി തരുന്നുണ്ട്. പക്ഷേ മീഡിയകളുടെ നിരന്തരമായ ഇടപെടലുകൾ പലപ്പോഴും ആഘാതങ്ങൾ ഏറ്റുകിടക്കുന്ന മനസ്സുകൾക്ക് അവരോട് വന്നു ചേരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വീണ്ടും വീണ്ടുമുള്ള ചോദ്യങ്ങൾ അവർക്ക് ശല്യമായി മാറുന്നുണ്ടോ എന്നതിനെ കുറിച്ചുകൂടി മീഡിയക്കാർ ചിന്തിക്കേണ്ടതുണ്ട്, ബോധവാന്മാരാകേണ്ടതുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് മിതത്വത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാൻ മുൻകരുതലുകൾ വേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖദാ ആണെന്ന് പറഞ്ഞ് അത് മാത്രം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ മനുഷ്യന് പറ്റില്ല. ദുരന്തങ്ങൾ വരാൻ ഇടയാകുന്ന കാരണങ്ങൾ എന്തെന്നുകൂടെ പരിശോധിച്ച് അതിന് പരിഹാരങ്ങൾ കാണേണ്ടതുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു സന്ദർഭത്തിലും ചില ആളുകൾ എടുത്തിടുന്നത് മർക്കസ് നോളജ് സിറ്റി, അവിടെ അതാ ഏക്കർ കണക്കിന് ഭൂമിയിൽ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു. ഇതൊക്കെ ഇതിന് കാരണമല്ലേ? അവർക്കും ഇവിടെ ഒന്ന് വന്ന് കണ്ടുകൂടെ? ഏതെങ്കിലും പരിസരത്തിലുള്ള മലയിടിഞ്ഞാൽ ആ മലയുടെ ആഘാതം വരാൻ പറ്റിയ ദൂരത്താണോ നോളജ് സിറ്റി ഉള്ളത്? വെള്ളം ഒഴുകി വന്നാൽ കയറാൻ പറ്റിയ രീതിയിൽ താഴ്ന്ന പ്രദേശമാണോ നോളജ് സിറ്റി? ഇവിടെ ദൂരെന്ന് വെള്ളം വന്നാൽ കയറില്ല. ഏതെങ്കിലും മലകൾ ഇടിഞ്ഞു വന്നാൽ ഇങ്ങോട്ട് എത്തുകയില്ല. അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടായാൽ ഇതൊന്നും നിലനിൽക്കില്ല. അതേ സമയത്ത് ഇവിടെ വന്നാൽ അറിയാം ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു നാശമുണ്ടാകുന്ന രീതിയിലുണ്ടോ? കെട്ടിടങ്ങൾ ഉണ്ടാകാൻ എവിടെയെങ്കിലും മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതിന്റെ 10 ഇരട്ടി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മലകൾ ഇടിക്കാതെയും ആ നിലക്കുള്ള കെട്ടിടങ്ങളാ എല്ലാം ഇടിച്ചു നിരത്തി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എത്രയോ ചെലവ് കൂടിയ രീതിയിൽ കുന്നുകൾ ഇടിക്കാത്ത രീതിയിലുള്ള കെട്ടിട നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള ജലം പരമാവധി സംഭരിക്കാൻ വേണ്ടി ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി ജലസംഭരണികളായി വെച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളും റോഡുകളും പാതകളുമായി കവർ ചെയ്തിട്ടുള്ള ഏരിയകൾ നോക്കിയാൽ ഇതിന്റെ ഭൂമിയുടെ 25% പോലും വരില്ല. പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, പ്രകൃതിക്ക് കൂടുതലായി അനുകൂലമായ കാര്യങ്ങൾ ചെയ്ത് ഇത് കേരളത്തിനും ഇന്ത്യക്കും തന്നെ മാതൃകാപരമായ വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നതുകൂടി അന്വേഷിക്കാനും കാണാനും ആളുകൾ വരണം എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ അല്ലാഹ്, ദുരന്തങ്ങളിൽ അകപ്പെട്ടുപോയ മനുഷ്യർക്ക് മോചനം നൽകണേ അല്ലാഹ്, മരിച്ചുപോയവർക്ക് പൊറുക്കണേ അല്ലാഹ്, അവരുടെ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകണേ അല്ലാഹ്. ഉറ്റയവർക്കും ഉടയവരുമായ ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. ഇനിയും ഭീതിയുടെ നിഴലിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നീ ആശ്വാസം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ നാടും വീടും ഞങ്ങളുടെ ഭൂമികളും എല്ലാം ദുരന്തങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് നീ കാവലാകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്നെ ഓർത്തുകൊണ്ട് കരയാനും നിന്നെ ഓർത്തുകൊണ്ട് സന്തോഷിക്കാനും നിന്നെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാനും മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.